ഹായ് വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ജാമ്പയ്ക്ക വൈൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമ്മൾ ജാമ്പയ്ക്കയുടെ കുരുവൊക്കെ കളഞ്ഞിട്ട് അതൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഏകദേശം 2 കിലോ വരെ ജാമ്പയ്ക്കുണ്ട്. അതാ ഇതുപോലൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമ്മളൊരു വലിയ പാത്രത്തിൽ, ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിൽ ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 3 ലിറ്ററോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സാധാ പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. നമുക്ക് അടുപ്പത്ത് വെച്ച് ഒന്ന് തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു 3-4 ഗ്രാമ്പു, ഒരു 3-4 ഏലക്കയും, ഒരു 2 പീസ് കറുകപ്പട്ടയും, അതുകൂടെ 2-3 സ്റ്റാറും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇതിലേക്ക് നമ്മൾ 1.25 കിലോ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1.5 കിലോ തൊട്ട് 2 കിലോ വരെ എടുക്കാം. നമ്മളൊരു 1.25 കിലോ പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ചാമ്പയ്ക്ക വൈനിനൊരു കളർ കുറവായിരിക്കും. അപ്പോൾ നമുക്ക് ഒരു കളറിന് വേണ്ടിയിട്ട് നമ്മളൊരു അരമുറി ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്ത് അതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ദാ ഇപ്പോൾ തിളച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തണുക്കാൻ വേണ്ടി വെക്കാം. തണുത്തതിന് ശേഷം നന്നായി തണുക്കും മുമ്പ് ഒരു ചെറിയ ചൂടിൽ നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ ഈസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. നമ്മളിവിടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്ത് കൊടുത്തത്. ഈസ്റ്റ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് വീണ്ടും ഒന്ന് തണുക്കുക. നന്നായി തണുത്തതിന് ശേഷം നമുക്ക് ഇതുപോലൊരു ഭരണിയിലോ അല്ലെങ്കിൽ ചില്ല് ബോട്ടിലോ നമുക്ക് ആക്കി വെക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇതെല്ലാം ഈ ഭരണിയിൽ ഒഴിച്ചിട്ടുണ്ട്. ഈ ഭരണിയുടെ ഒരു 1/4 ഭാഗം വരെ മാത്രമേ നമുക്കിത് ഒഴിക്കാൻ പാടുള്ളൂ. അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ കൂടെ ഗോതമ്പാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഗോതമ്പില്ലാത്തത് കൊണ്ട് ഞാനൊരു 2 ടീസ്പൂൺ റവയാണ് ഇട്ട് കൊടുക്കുന്നത്. അതൊരു നല്ല തുണിയിൽ ഒന്ന് കിഴി കെട്ടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിന് ചുറ്റുമുള്ള നമ്മുടെ വൈനൊക്കെ വീണ് കിടക്കില്ലേ, അതൊക്കെ ഒന്ന് നന്നായിട്ട് തുടച്ച് മാറ്റണം. അതിന് ശേഷം നമുക്ക് അതിൻ്റെ മൂടി വെച്ച് അടച്ചു കൊടുക്കാം. ഇനി ഒരു നല്ല തുണി വെച്ചിട്ട്, ഒരു വെള്ള തുണി വെച്ചിട്ട്, നമുക്കിതൊരു കോട്ടൻ്റെ തുണി വെച്ചിട്ട് ഇതൊന്ന് മൂടി കെട്ടി കൊടുക്കാം. അധികം ടൈറ്റ് ആക്കണ്ട, എന്നാൽ ലൂസാകാനും പാടില്ല. ആ രീതിയിൽ നമുക്കൊന്ന് ടൈറ്റാക്കി എടുക്കാം. ഇനി അത് ഇരുട്ടുള്ള ഭാഗത്താണ് വെക്കേണ്ടത്. അപ്പോൾ നമ്മളിങ്ങനെ വെച്ചിട്ടുണ്ട്. അതൊരു 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് തുറന്നു നോക്കി, ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അതും കഴിഞ്ഞ് നമ്മളിത് 5-ാമത്തെ ദിവസമാണ് എടുക്കുന്നത്. അപ്പോൾ 5-ാമത്തെ ദിവസമായിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇതാ തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇതാ ഇതുപോലെയാണ് നമുക്ക് കിട്ടുന്നത്. നമ്മുടെ വൈനൊക്കെ റെഡി ആയിട്ടുണ്ട്. 5 ദിവസം വേണമെന്നില്ല, ഞാനൊരു 5 ദിവസം വെച്ചു എന്നേ ഉള്ളൂ. ഇത് നന്നായിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുക. നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം നമ്മൾ ഇതിനായി ഉപയോഗിക്കുന്ന എല്ലാ പാത്രങ്ങളും വെള്ളം നനവില്ലാത്തതായിരിക്കണം. അതിനു വേണ്ടി ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ചില്ല് ഗ്ലാസ്സും എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഒരു അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുക്കാം, ഇല്ലെങ്കിൽ തുണിയിലായാലും ഒന്ന് അരിച്ചെടുക്കാം. ഞാനിവിടെ ഒരു അരിപ്പയിലൂടെ അരിച്ചെടുക്കുന്നുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റുള്ള, നല്ല കളറിലുള്ള നമ്മുടെ വൈൻ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ്. ഇനി നമുക്കിതൊരു ചില്ലിൻ്റെ ബോട്ടിലിൽ, കുപ്പിയിൽ ഒഴിച്ചു വെക്കാം. അപ്പോൾ ഇങ്ങനത്തെ ഉള്ള ഒരു കുപ്പിയിൽ വേണം അത് ഒഴിച്ചു വെക്കാൻ വേണ്ടിയിട്ട്. അത് ഈ കുപ്പിയുടെ ഒരു 1/4 പരുവത്തിൽ മാത്രമേ നമുക്ക് ഒഴിച്ചു വെക്കാൻ പാടുള്ളൂ. അതിൻ്റെ ഫെർമെൻറ്റേഷനൊക്കെ നടക്കുന്നത് കൊണ്ട് എല്ലാം നമ്മളൊരു 1/4 ഭാഗം വരെ മാത്രമേ പാടുള്ളൂ. അപ്പോൾ അതാ ഇത്രയായിട്ട് കുപ്പിയിൽ അടച്ചു വെച്ചിട്ടുണ്ട്. അതുപോലെ ഞാനൊരു 4 കുപ്പിയിൽ കിട്ടിയിട്ടുണ്ട്. 4 കുപ്പിയോളം ഞാൻ വൈൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എത്ര നാൾ വേണമെങ്കിലും വെക്കാം. വെക്കുന്ന അനുസരിച്ച് നല്ല ടേസ്റ്റായിട്ടുള്ള നല്ല വൈൻ കിട്ടും. അപ്പോൾ സൂപ്പർ ടേസ്റ്റുള്ള വൈൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.